ഇത്രമാത്രം തിരക്കെന്താണ് വക്കീലെ വീട്ടില്? എനിക്ക് സാറിനെ കണ്ടിട്ട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഒരു അത്യാവശ്യം നടക്കിലെത്തണം. സാറ് ഇന്ത്യയിലെ എല്ലാ മൊബൈൽ കമ്പനികളെയും ഒറ്റയടിക്ക് പൂട്ടിക്കാനുള്ള വഴി അന്വേഷിക്കാണ്. മൊബൈൽ കമ്പനികളെ പൂട്ടാനോ? സാറാ, അതിന് മൊബൈൽ കമ്പനി വില്ലേജ് തമ്മിൽ എന്തോന്നും ബന്ധം? അതൊന്നും അറിയില്ലേ? ഭൂമിയിലെ സകല ചരാചരങ്ങളും വില്ലേജ് ഓഫീസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സൂര്യൻ കിഴക്കുതിക്കുന്ന എന്തുകൊണ്ടാണ്? എന്താ? വില്ലേജ് ഓഫീസ് ഉള്ളത് കൊണ്ട്. അമാവാസി പൗർണമി ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? വില്ലേജ് ഓഫീസ് ഉള്ളത് കൊണ്ട്. മനുഷ്യന്റെ ഹൃദയം കൃത്യമായി ഇടിക്കുന്നതും ശരീരത്തിലൂടെ ചോര ഒഴുകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വില്ലേജ് ഓഫീസ് ഉള്ളത് കൊണ്ട്. ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയത് എന്തുകൊണ്ടാണ്? വില്ലേജ് ഓഫീസ് ഉള്ളത് കൊണ്ട്. ഇന്നലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ISRO വിക്ഷേപിച്ച റോക്കറ്റ് ഉണ്ടാക്കിയത് ആരാണെന്നാണ് കരുതിയത്? ഏതോ ഒരു വില്ലേജ് ഓഫീസർ. അവിടെ നിൽക്കരുത്, ഞാൻ പറയാൻ ഇങ്ങനെ. ഞാൻ കണ്ടില്ലായിരുന്നു. നിനക്ക് വില്ലേജ് ഓഫീസറോടുള്ള പുച്ഛം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് എന്റെ വീട്ടിൽ പറ്റില്ല. ഉത്തമൻ വന്നെന്തിനാ? സാറേ, ഈ ശിശുപാല സാർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്തോ അത്യാവശ്യ കാര്യത്തിന് ഇവിടെ വിളിച്ചപ്പോ ഇവിടുത്തെ ഫോണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ താലൂക്ക് ഓഫീസിലെ സഹദേവ സാറിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിക്കാൻ നോക്കിയ ഉത്തമ, പക്ഷേ ഫോൺ എന്തോ കേടായി പോയി. അതിനെന്താണ് സാറേ, വക്കീലിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് വിളിച്ചോളൂ. എങ്ങനെ വിളിക്കാനാണ്? നാട്ടിലുള്ള മൊബൈൽ കമ്പനികൾ മുഴുവൻ പൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മോഹനകൃഷ്ണ സാറ് ആ കമ്പനികളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ശരിയാണോ ഉത്തമ? സാറേ, ശിശുപാല സാറിന്റെ വർത്താനം കേട്ടിട്ട് എന്തോ അത്യാവശ്യം എന്നുള്ള കാര്യം ഉറപ്പാണ്. സാർ ഒന്ന് വിളിക്ക്. വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ തരാം. എന്തിനാണ് സാറേ ഈ വാശി? ഈ ഫോണിൽ നിന്ന് വിളിക്ക്. ഉത്തമ, അത് മോശമാണേ. മൊബൈൽ കമ്പനികൾ പുറത്തുവിടുന്ന റേഡിയേഷനെ പറ്റി ഇത്രയും ഉത്കണ്ഠപ്പെട്ടിട്ട് അവരവരുടെ സൗകര്യത്തിന് അത് ഉപയോഗിക്കുന്നത് ശരിയല്ല. അതാണ് ഹിപ്പോക്രസി. ഉത്തമൻ ഒന്ന് വരൂ. എന്താണ് സാറേ? ഉത്തമൻ വരൂ. അപ്പൊ ഞാൻ കാണാതെ ഒളിച്ചിരുന്ന് ഫോൺ ചെയ്യാനാണ് പരിപാടി. അതിനല്ല. എന്തിനാണ് മോഹനയുടെ ഇങ്ങനെ കള്ളം പറയണേ? ഇപ്പൊ എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഉത്തമനെ വിളിച്ചോണ്ട് പോയി ഉത്തമന്റെ ഫോൺ വാങ്ങി സഹദേവനെ വിളിക്കണം. അതല്ലേ ഉദ്ദേശം? എന്തിനാണ് സാറേ പറഞ്ഞത്? ഉത്തമൻ ഇതുവരെ മനസ്സിലായില്ലേ? കാര്യത്തിൽ നടക്കുമ്പോ സാർ ആദർശമൊക്കെ അങ്ങ് മറക്കും. ഫോൺ കൊടുക്കും ഉത്തമ. അവിടെ ഇതാ ഫോൺ, നീ വെച്ചോ. അതോടെ സംശയം തീരുമല്ലോ. വരൂ. പിന്നെ ഞാനും ഉത്തമനും സംസാരിച്ച് തീരുന്നത് വരെ ആ ഫോൺ ഇരിക്കുന്ന മുറിയിലേക്ക് വന്ന വിവരം അറിയുന്നീ. ഉത്തമ, എന്താണ് വക്കീല് സാറിന്റെ ഉദ്ദേശം? ഒരു പിടിയില്ല. പിന്നെ ആരെങ്കിലും വിളിച്ചാ എടുക്കണ്ടേ? ആരെങ്കിലും വിളിച്ച ഒരു പെണ്ണെടുത്തെന്ന് പറഞ്ഞ എന്റെ കല്യാണം കഴിക്കാനുള്ള മോഹം ഈ ജന്മത്ത് നടക്കൂലേ? എടുത്തത് ഭാര്യയാണെന്ന് വിളിച്ചവര് വിചാരിക്കും. അതുകൊണ്ടാ. വില്ലേജ് ഓഫീസർ എന്തോ അതിര് കടന്ന പരിപാടിയാണല്ലോ. എന്നാ പിന്നെ അതെന്താന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഉത്തമന് ഫോൺ നന്നാക്കാൻ അറിയാമോ? എനിക്ക് അറിഞ്ഞൂടെ സാറേ. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചാലോ? അറിയാത്ത കാര്യത്തിന് ശ്രമിച്ചിട്ട് എന്തോന്ന് കാര്യം സാറേ? ഉത്തമ, ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമാണ്. ഇതൊക്കെ നന്നാക്കാൻ വലിയ മിടുക്കൊന്നും വേണ്ട. എന്താ പിന്നെ സാറേ നന്നാക്ക്? ഞാൻ നന്നാക്കാം, പക്ഷെ നീ എന്നെ സഹായിച്ചാ മതി. സംഗതി കൊളായിട്ട് അവസാനം എന്നെ പറയരുത്. എങ്ങനെ കൊളാവാൻ? നന്നാക്കുന്നത് ഞാനല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തുണ്ട്. ഇത് ഇങ്ങനെ നന്നാക്കുന്ന. ഓഹോ, അപ്പൊ അതാണ് പരിപാടി. കൊള്ളാം. അതെ, കുലിക്കൊക്കെ എന്താ തേങ്ങ? എന്തോ ഒരങ്ങന്റെ കയ്യിലെ പൂമാലം പിടിച്ചോണ്ട് നിൽക്കുക. ഇങ്ങോട്ട് അല്ലേ വെച്ചേ. അതെ സാറേ, അങ്ങോട്ട് ഇളക്കിയാൽ ഇതിനകത്ത് പൊടി പൊളിച്ചടുക്കി വൃത്തിയാക്കിയ മാറും. കണ്ടോ?
ഇതിന്റെ സൈഡിലോട്ട് ഇങ്ങനെ. ഇത് അതിലോട്ട് കുത്തണം സാറേ. ഇതിവിടെ ഇങ്ങനെ. ആദ്യം അങ്ങനെ ആ ഫോൺ ഇല്ലാതാക്കി. ഉത്തമ ഇനി ഈ ഫോൺ കൈവച്ചു. നടക്കട്ടെ. നോക്കണ്ട പോ, ഞങ്ങൾ ശരിയാക്കാം. ഇതിങ്ങോട്ട് വയ്ക്കണം സാറേ. ഇത് അതിന്റെ അതല്ല. ഇവിടെ ഇവിടെ ഒരു ഇത് വെക്കുന്നത്. ഹലോ. നമസ്കാരം സർ. ഏയ്, ഞാനിവിടെ വലിയൊരു തമാശ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. സിനിമയൊന്നുമല്ല. എന്നാ സിനിമ അല്ലേന്ന് ചോദിച്ചാൽ സിനിമയാണെന്ന് പറയാം. അതൊക്കെ പറയാം സർ. ഓ, എന്നിട്ട് ഹലോ ഹലോ. കട്ടാവാൻ കണ്ടൊരു സമയം. ഇതെന്താ സ്റ്റക്കായിരിക്കുന്നെന്താ? ഇതെന്താ ഇങ്ങനെ? ദൈവമേ, ഇത് പ്രശ്നമാവുമല്ലോ.